പ്രതിസന്ധിയിലായ ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തന്റെ പേരിലുള്ള 18 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയെന്ന ആരോപണത്തോട് പ്രതികരിച്ച ബോളിവുഡ് നടി പ്രീതി സിൻഡ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുകയും വിഷയത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു ഓവർഡ്രാഫ്റ്റ് ലോൺ എടുത്തിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും പൂർണ്ണമായും തീർത്തു. ആ അക്കൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്ന് നടി പ്രസ്താവനയിൽ അറിയിച്ചു. ബാങ്കിനുള്ളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ദുർവിനിയോഗവും അഴിമതിയും ആരോപിക്കുന്ന വിശദമായ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ RBI ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മണി ലൈഫിലെ വാർത്താ റിപ്പോർട്ട് അനുസരിച്ച് ചെയർമാൻ ഹീരൻ ഭാനുവിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ച് മാനേജറുടെ അറിവില്ലാതെ 25 കോടി രൂപ വരെയുള്ള കോഓപ്പറേറ്റീവ് വായ്പകൾ അനുവദിച്ചിരുന്നു. ഇതിൽ പലതും ഒരു വർഷത്തിനകം തന്നെ നോൺ പെർഫോമിംഗ് അസറ്റായി മാറിയതായും ആരോപണമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേസുകളിൽ പ്രീതി സിൻഡയ്ക്ക് നൽകിയതായി പറയപ്പെടുന്ന 18 കോടി രൂപയുടെ വായ്പയും ഉൾപ്പെടുന്നു. ഈ വായ്പ ശരിയായ വീണ്ടെടുക്കൽ നടപടികൾ പാലിക്കാതെ എഴുതി തള്ളിയതായി ആയിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.